അസ്സലാമലൈക്കും. അപ്പോൾ എന്തെല്ലാവരും വർത്താനം സുഖമില്ല? എനിക്കും സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകണം. പിന്നെ ഈ വീഡിയോ ഇപ്പം എങ്ങാനുള്ള വീഡിയോ ഒന്നും കേട്ടോ, കുറേ മുന്നുള്ള വീഡിയോ കേട്ടോ, അതായത് 3-4 മാസം മുന്നുള്ളത്. നമ്മൾ ആ ഇലക്ഷൻ്റെ ടൈമിൽ എടുത്ത് വെച്ചിരുന്ന വീഡിയോ എന്നിട്ട്, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ ഇപ്പോഴാണ് ടൈം കിട്ടിയത്. പിന്നെ ഓരോ ക്ഷീണവും സോക്കടൊക്കെ ആയിട്ട് പിന്നെ സാഹചര്യം അറിയാമല്ലോ, പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഭയങ്കര ക്ഷീണവും സോക്കടൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ വീഡിയോ എടുത്ത് വെക്കുന്നില്ലാതെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യലുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും അന്ന് രാവിലെ തന്നെ വേഗം നീച്ച പണികളൊക്കെ കഴിച്ച് നേരത്തെ പോകണമെന്ന് കരുതിയിട്ട്, പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും ഇതിൻ്റെ പണികളൊക്കെ വേഗം കഴിച്ചിട്ട്, ഉമ്മാക്കാണെങ്കിലും സ്കൂളിൽ ഇലക്ഷൻ്റെ ഡ്യൂട്ടി ഉള്ള കാരണം ഉമ്മ അതിന് പോയി കേട്ടോ. പിന്നെ ഞാനും ലാലും ഒറ്റയ്ക്ക് പെരയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും വേഗം എൻ്റെ അടിച്ചെടുത്തോടെ എടുക്കാം. ലാലും ആണെങ്കിലും ഇങ്ങനെ ചാടിച്ചങ്ങനെ വിളിച്ചിട്ട്, ഞാൻ പറഞ്ഞു ചാടിച്ചോളി എനിക്കിപ്പോൾ തന്നെ വേണ്ട പറഞ്ഞിട്ട് ഞാൻ വേഗം അടിച്ചെടുത്തോടെ കഴിക്കണം. കാരണം എന്താ വെച്ചാൽ പോയി വന്ന് പിന്നെ ഭയങ്കര ക്ഷീണമായിക്കാരം. അപ്പോൾ കുറേ നേരം മരി നിൽക്കേണ്ടി വരില്ലേ ഒക്കെ കരുതിയിട്ടാ. അപ്പോൾ ലാലു പറഞ്ഞാൽ എനിക്ക് എന്തായാലും എപ്പോൾ പോയാലും എനിക്ക് വേഗം ചെയ്ത് പോരാ, ഗർഭിണികൾക്കും വയസ്സായവർക്കും അമ്മമാർക്കൊക്കെ മുൻഗണന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒന്നും ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഞാൻ വേഗം എൻ്റെ പണികൾ കഴിച്ചിട്ട്, പണികൾ കഴിഞ്ഞ് പോയാൽ തന്നെ ഒരു സമാധാനമാണല്ലോ. പിന്നെ വന്നാൽ പിന്നെ ഒരൊറ്റ കടത്തം കിടന്നാൽ മതിയല്ലോ, പിന്നെ വാടക തിന്നാൻ നീച്ചാൽ മതി, അല്ല അങ്ങനെ കിടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാ. അങ്ങനെ ചായ അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ലാലു ആണെങ്കിലും അവിടെ എന്തോ കാര്യമായിട്ട് എന്തോ പണിയിലാട്ടെ, ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ വേഗം എൻ്റെ അടിച്ചൊരുത്തോടെ കഴിച്ചിട്ട്, കാരണം ലാലുവിന് പറയുന്നത് വോട്ട് ചെയ്യാൻ പോവാം, രണ്ടാൾക്കൊപ്പം പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ രണ്ടാൾക്കും വേറെ വേറെ സ്കൂളിലാണ്, രണ്ടും ഞങ്ങളെ താഴെയുള്ള സ്കൂളിലാണ് എടുത്തത്. അങ്ങനെ പിന്നെ ഞാൻ ലാലുവിനോട് പറഞ്ഞു നിങ്ങൾ പോകണമെങ്കിൽ പോയിക്കോളൂ, ഞാൻ അപ്പം തന്നെ ഇല്ല, ഞാൻ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പോരുന്നുള്ളൂ എന്ന്. പിന്നെ വന്നേച്ച് കിടക്കാൻ വെച്ച് പിന്നെ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റൂല പറഞ്ഞിട്ട്. കാരണം ഉമ്മാക്ക് ഇലക്ഷൻ്റെ ഡ്യൂട്ടി ആയിട്ട് ഉമ്മ അങ്ങനെ വർക്കിന് പോയതുമാണ്. പിന്നെ എനിക്ക് എൻ്റെ അടിച്ചൊരുത്തോടെ എൻ്റെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പണികളൊക്കെ എടുക്കാൻ വേണ്ടി നിന്നിട്ടാ. അങ്ങനെ ഞാൻ എന്താ പറയുക, ലാലുവിനോട് ചായ അടിച്ചാൽ പറഞ്ഞപ്പോൾ ലാലു ചായ അടിച്ചില്ല, രണ്ടാൾക്കൊപ്പം കുടിച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്ന്. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ എൻ്റെ പണികൾ എടുക്കാൻ നിന്നിട്ടാ. അപ്പം ഞാൻ മെയിൻ്റെ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കട്ടെ, ഒന്ന് അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് വരും, അങ്ങനെ ഇന്ന എഴുതുണ്ടാക്കാൻ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ കാര്യമായിട്ടൊന്നും വലിയ ശ്രദ്ധ കൊടുക്കണില്ല. കണ്ടപ്പോൾ ആൾ അറിഞ്ഞെന്നാൽ ഇനി എന്തായാലും ഞാൻ വോട്ട് ചെയ്ത് വരട്ടെ പറഞ്ഞിട്ട്. അങ്ങനെ ലാലു വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട്, രണ്ടാൾക്കും ഞാൻ പറഞ്ഞല്ലോ വേറെ വേറെ സ്കൂളിലാണ്. അപ്പോൾ പിന്നെ കാത്തു നിന്നിട്ട് കാര്യമില്ലല്ലോ. ലാലു പറഞ്ഞ ജമ്മേൻ്റെ കൂടെ പോയിക്കോ, എന്നാൽ ഞാൻ വോട്ട് ചെയ്ത് തരാറ്. അങ്ങനെ ലാലു എന്നെ കളിയാക്കിയും കൊണ്ട് ലാലു അങ്ങനെ പോയിട്ടാ. ലാലു പോയി ഒരു 5-10 മിനിറ്റ് ആയപ്പോൾക്ക് ലാലു വേഗം വന്നിട്ടോ, കുറേ നേരം നിന്നിട്ടില്ല, 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും ലാലു വരേക്കെത്തി. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും ചായ അടിച്ചിട്ട് ദോശയും പിന്നെ പട്ടാണിക്കടല കറിയും പിന്നെ എന്തായിരുന്നു ഉച്ചക്കൊക്കെ പിടിച്ച മാന്തളുണ്ട് കേട്ടോ. അപ്പോൾ ലാലുവിന് അപ്പത്തേക്ക് മാന്തൾ കിട്ടിയേ കഴിച്ചു. അങ്ങനെ പിന്നെ മാന്തളൊക്കെ കൂട്ടി ഞങ്ങൾ ചായയൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ തിരുമ്മിക്കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഞാനും അമ്മായി അയൽവാസിത്തെ താത്തയും കൂടി അങ്ങനെ പോയിട്ടാണ്. അങ്ങനെ പോയി ചെന്ന സ്പോട്ടിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിന്ന് വെച്ചുണ്ടായില്ല. അങ്ങനെ പിന്നെന്താ വെച്ചാൽ ഒരു 9 മണി 10 മണി ഒക്കെ ഒരു ടൈം ചെയ്തിട്ട് പിന്നെ സ്കൂൾ കുട്ടികളെ പറഞ്ഞേക്കുന്ന തിരക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വല്ലാതെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നിന്നിന് ഈ സൈഡിലുള്ളതിലൊന്നും തിരക്കുണ്ടായിരുന്നില്ല, അപ്പുറത്തെല്ലാം തിരക്കിയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും എൻ്റെ വോട്ടയിലൊക്കെ പിന്നെ കുറച്ച് നേരം നിന്നപ്പോൾ ഒക്കെ എൻ്റെ കഴിഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ എൻ്റെ കൂടെ വന്നവരത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓലെ വെയിറ്റ് ചെയ്ത് നിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പെരേക്ക് വന്നപ്പോൾ തന്നെ ഒരു നേരമായിട്ടാണ്. അങ്ങനെ പിന്നെ ഒക്കെ ആണെങ്കിലും കുറച്ച് നേരം നിന്നാൽ മതി, ഭയങ്കര ഊരവേദനയായിട്ടാണ്. അങ്ങനെ പിന്നെ ഡ്രസ്സുകളൊക്കെ വേഗം മാറിയിട്ട് പിന്നെ ഒന്ന് കിടക്കാമെന്ന് എഴുതിക്കട്ടെ. അപ്പോൾ ലാലു ഇങ്ങനെ ചോദിച്ചറിയുന്നിട്ട് അവിടെ പോയെടുത്തത്തെ പാടെന്താ, തിരക്കുണ്ടായിരുന്ന കാര്യങ്ങൾ എങ്ങനെ ഉണ്ട് ഏതാന്നൊക്കെ ചോദിച്ചറിയുന്നു. ലാലു രാവിലെ എന്നോട് പറഞ്ഞു നമുക്ക് ഒപ്പം പോകാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ലാലു പിന്നെ എൻ്റെ പണികളൊന്നും കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ലാലു വേഗം പോയിട്ടാണ്. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്ന് നീച്ചതിന് ശേഷം ചോർക്ക് പള്ളർച്ച കൂട്ടാനൊക്കെ ചിക്കൻ പൊരിച്ചതും അങ്ങനെ കുറച്ച് അത്യാവശ്യം കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചോറിനൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിച്ചതിന് ശേഷം എനിക്കൊരു പൂതി ചതുരപ്പുളി തിന്നാൻ വേണ്ടിയിട്ടിട്ടാ. അപ്പോൾ ഞാനിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഇവിടെ അയൽവാസിയിൽ കണ്ടതേന് ചതുരപ്പുളി. അപ്പോൾ ഞാൻ ലാലുവിനെ അങ്ങനെ തൊയിരം കെടുത്തി കൊടുന്ന കേട്ടോ. ലാലുവിന് ഭയങ്കര മടി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വരി പറഞ്ഞിട്ട് ലാലുവിനെ തൊയിരം കെടുത്തി കൊണ്ടുപോകട്ടെ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണല്ലോ അവിടെ ഗേറ്റ് അടച്ചിരിക്കണം, അറ്റങ്ങളവിടെ പെരയിലില്ല. ഞങ്ങളാണെങ്കിലും മരുഭിൻ്റെ മൂട്ടിലാട്ട പോയിക്കണം. അങ്ങനെ പിന്നെ എന്തായി അറ്റങ്ങളവിടെ പെരയിലില്ല എന്നാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പെരയ്ക്ക് തന്നെ പോകുന്നു. അങ്ങനെ പിന്നെ വന്നപ്പോൾ പിന്നെ എനിക്ക് ചാമ്പക്ക ഭയങ്കര ഇഷ്ടമായിട്ട്, ഈ പള്ളിയിലുണ്ടായതിൻ്റെ ശേഷമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്, എത്ര തിന്നാലും പൂതിയിടില്ല കേട്ടോ ചാമ്പക്ക. ശരിക്കും ചാമ്പക്ക അത്ര നല്ലതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കട്ടെ, നമ്മൾ ചോര വലിച്ചെടുക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം. സത്യം എന്നുള്ളതെന്ന് വെച്ചറിയില്ല കേട്ടോ, പലരും പലത് പറയും. പക്ഷെ എനിക്ക് എന്ത് പറഞ്ഞിട്ട് എന്താ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനത്തെ വേണ്ടാത്ത സാധനത്തിനോട് അധികം ഒരു താല്പര്യമില്ലേ കാരണം. പിന്നെ അങ്ങനത്തെ ടൈമും കൂടിയല്ലേ, പിന്നെ എത്ര തിന്നാലും പൂതിയിടില്ലല്ലോ. അങ്ങനെ ഞാനിങ്ങനെ ചാമ്പക്കൊക്കെ പൂതി പറഞ്ഞപ്പോൾ ഞങ്ങളെ അയൽവാസി ഞങ്ങൾ നേരെ മേലുള്ള പെരയിൽ ചാമ്പക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാലു എനിക്ക് അവിടുന്ന് കുറച്ച് ചാമ്പക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിരുന്ന് ഇങ്ങനെ തിന്നിട്ട് തന്നെ രാത്രി ലാലു ആണെല്ലാം തിരൂർക്ക് പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റക്കിട്ടു. അപ്പോൾ ഞാനിങ്ങനെ മേലെ റൂമിൻ്റെ
ജനാലും തുറന്നിട്ട് വെച്ചിട്ട് അങ്ങനെ ചാമ്പൊക്കെ ഇരുന്ന് ഇങ്ങനെ തിന്ന് ബാക്കി 3 ഞാൻ ലാലുവിന് ബാക്കി വെച്ചിട്ട് പാവല്ലേ കരുതിയിട്ട് അങ്ങനെ പിന്നെ ലാലു വന്നപ്പോൾ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതൊക്കെ കൊടുത്തു തന്നിട്ട് അപ്പോൾ വേണ്ട പറഞ്ഞപ്പോൾ ലാലു എനിക്കും ഉമ്മാക്കും ഷവർമ്മയും കൊടുത്തു തന്നിട്ടാണ് അങ്ങനെ പിന്നെ ഷവർമ്മ ഒക്കെ തിന്ന് അന്നത്തെ ഒരു ദിവസം അവസാനിച്ചു.